സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഒരു മൂന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? വ്യാപകമായി CPM-ഉം ഇടതുമുന്നണിയും അവരോട് അനുഭാവം പുലർത്തുന്ന മാധ്യമങ്ങളും PR ഏജൻസികളും സൈബർ പ്രൊഫൈലുകളും കേരളത്തിൽ മൂന്നാമതും ഇടതുമുന്നണിയുടെ ഒരു സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ തുടർച്ചയായി അധികാരം നേടുമെന്ന പ്രചരണം നടത്തുന്നു. നമ്മൾ നോക്കൂ, 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് സമാനമായ ഒരു അവകാശവാദവുമായി BJP രംഗത്തെത്തിയിരുന്നു. അവർ അവകാശപ്പെട്ടിരുന്നത് BJP ഉൾപ്പെടുന്ന NDA മുന്നണി 400 സീറ്റ് നേടുമെന്നും BJP എന്ന രാഷ്ട്രീയ കക്ഷി ഒറ്റയ്ക്ക് 350 സീറ്റ് നേടുമെന്നും. ഒരു ഇന്ത്യയുടെ പൊതുബോധത്തിലേക്ക് ഈ ഒരു ചിന്തയെ ഉറപ്പിക്കുവാൻ പോലും BJPക്ക് ഒരു ഘട്ടത്തിൽ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും എല്ലാമായി ബന്ധപ്പെട്ട് ഒരു ഹിന്ദു ഏകീകരണം, ഒരു ഹൈന്ദവ ധ്രുവീകരണം രാജ്യത്തുണ്ടാകുമെന്നും BJP ഒറ്റയ്ക്ക് 350 സീറ്റ് നേടുമെന്നും NDA സഖ്യം 400 സീറ്റ് നേടുമെന്നുമൊക്കെ ഒരുപറ്റം കോൺഗ്രസ്സുകാർ പോലും വിശ്വസിച്ചിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. എന്നാൽ ഫലം വന്നപ്പോൾ ഇത് വെറും അവകാശവാദമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. NDA സഖ്യത്തിന് മൊത്തത്തിൽ 400 പോയിട്ട് 300 സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. 2019 ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷ സംഖ്യയിലെത്തിയിരുന്ന BJPയുടെ സീറ്റ് എണ്ണം 240 കുറഞ്ഞു. അത്തരത്തിലൊരു തള്ള എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യാജ അവകാശവാദം എന്ന് മാത്രമേ മൂന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM-ൻ്റെയും ഇടത് കേന്ദ്രങ്ങളുടെയും അവകാശവാദത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തും എന്നുള്ളതിലൊരു കേളികൊട്ടായിട്ടാണ് ഇപ്പം പുതുതായിട്ട് സ്റ്റാളുകളൊക്കെ നിർമ്മിച്ച് പിണറായി വിജയൻ്റെ തന്നെ വലിയ കട്ടൗട്ടുകളൊക്കെ നിർമ്മിച്ച് വലിയൊരു ആഘോഷ പരിപാടിയിലേക്ക് ഗവൺമെൻറ് പോകാൻ പോകുന്നത്. അതെ, സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ പ്രചരണ പരിപാടികൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന ഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് നടത്തപ്പെടുന്നു എന്നാണ്. ഇവിടെ പിണറായി വിജയൻ്റെ 500 കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുവാൻ വകയിരുത്തിയിരിക്കുന്നത് 15 കോടി രൂപയാണ്. അതായത് ഒരു ഫ്ലെക്സ് ബോർഡിന് ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയാണ് ചെലവ് വരുന്നത്. ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എമ്പുരാൻ എന്ന സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ്ങിന് പോലും ഇത്രയും തുക ചിലപ്പോൾ വകയിരുത്തിയിട്ടുണ്ടാവില്ല. എല്ലാ ജില്ലകളിലും 2 മുതൽ 3 കോടി രൂപ വരെ ചെലവ് വരുന്ന ശീതീകരിച്ച പന്തലുകളാണ് സ്ഥാപിക്കുന്നത് ഈ പ്രചരണങ്ങൾക്ക് വേണ്ടി. ഇവിടെ യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കളാകുന്നത് CPM-നോട് ചേർന്ന് നിൽക്കുന്ന ചില PR ഏജൻസികളും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളുമാണ്. കിഫ്ബിയിൽ നിന്ന് പോലും, അതായത് വികസനത്തിന് പണം കണ്ടെത്തുവാൻ രൂപീകരിച്ച കിഫ്ബിയിൽ നിന്ന് പോലും ഈ പന്തൽ നിർമ്മാണത്തിനുള്ള പണം സമാഹരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ ആഘോഷമായിരിക്കാം, CPM-കാർക്ക് ആഘോഷമായിരിക്കാം, എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആഹ്ലാദിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, വൈദ്യുതി ചാർജുകൾ നിരന്തരമായി വർദ്ധിപ്പിക്കുകയാണ്, വെള്ളക്കരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, നാട്ടിൽ അതിഭീകരമായ വിലക്കയറ്റം നിൽക്കുന്നുണ്ട്, തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാസമരം, CPO PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം, നമ്മുടെ നാട്ടിലെ ലഹരി പ്രശ്നങ്ങൾ, കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന യുവതി യുവാക്കൾ, ഈ നാട് ഉപേക്ഷിച്ച് പോകുന്നവരുടെ പൂട്ടിക്കിടക്കുന്ന 10,000-കണക്കിന് വീടുകൾ, ഭൂമി വില ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. ഇതിലെല്ലാം ഉപരിയായി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. വീണ്ടും ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് കാശ് സമ്പാദിക്കുമെന്ന കൃത്യമായ സൂചനയാണ് സർക്കാർ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് മലയാളികൾ വിശ്വസിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊതുവിൽ കേരളം നേരിടുന്ന പ്രശ്നം എന്തൊക്കെയാണ്? അതായത് സാമൂഹികമായിട്ടായാലും സാമ്പത്തികമായിട്ടാണെങ്കിലും. സാർ ഇപ്പോൾ ഒരൊറ്റ വരിയിൽ അതൊക്കെ ഒന്ന് പറഞ്ഞുപോയി, എങ്കിലും കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളം മൊത്തത്തിൽ നമ്മുടെ 3.5 കോടി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നോക്കൂ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ രീതിയിൽ ഒരു വർഷം മുമ്പോട്ട് പോകുവാൻ പോലും സർക്കാരിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ തവണയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങാതിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് അധിക കടമെടുപ്പ് പരിധി
ലഭിക്കുന്നതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 2016 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് കേവലം 1.5 ലക്ഷം കോടി രൂപയിൽ താഴെയായിരുന്നു. എന്നാൽ 9 വർഷത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2 സർക്കാരുകളുടെ ഭരണം പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 6 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിന് ആനുപാതികമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതിന് ആനുപാതികമായി എന്തെങ്കിലും വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്നും നാം ചിന്തിക്കേണ്ടതാണ്. ദേശീയപാത വികസനമാണ് സർക്കാർ വലിയ നേട്ടമായി എടുത്തു കാട്ടുന്നത്. അതിൻ്റെ 95% പണം മുടക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് അവർക്ക് നാമമാത്രമായ ഒരു ശമ്പള വർധനവ് നടപ്പാക്കി കൊടുത്താൽ അവർ ഈ സമരം അവസാനിപ്പിക്കും. അതായത് 240 രൂപയോളം ദിവസ വേതനമാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത്. 240 രൂപയ്ക്ക് കേരളത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു ദിവസം സാധിക്കുമോ എന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യനല്ല, ആശമാരുടെ കാര്യം എടുക്കുമ്പോൾ കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതുപോലെ ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി PSC നിയമനങ്ങളെ അട്ടിമറിക്കുന്നുണ്ട്. PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു നിത്യ സംഭവമായി മാറുകയാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാനെന്ന പേരിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സെസ്സാണ് ഈ സർക്കാർ വർഷങ്ങളായി പിരിക്കുന്നത്. എന്നാൽ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുവാൻ, കുടിശ്ശികയില്ലാതെ നൽകുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ യുവതീ യുവാക്കൾ ഈ സംസ്ഥാനത്ത് ജീവിച്ചു പോകാമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചതോടുകൂടിയാണ് വീടും സ്ഥലവുമെല്ലാം പണയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പഠനത്തിനായി പോകുന്നത്. അതിൻ്റെ തൽഫലമായി കേരളത്തിൽ 10,000-കണക്കിന് വീടുകളാണ് അടച്ചു കിടക്കുന്നതും വിൽക്കാനിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂമി വിലയും കുറയുകയാണ്. ഭൂമി വിലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫെയർ വാല്യൂ എന്ന് പറയുന്ന തുകയ്ക്ക് പോലും ഇന്ന് ഭൂമി വിറ്റ് പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും സർക്കാർ പിരിക്കുന്ന ഭൂനികുതിക്ക് ആനുപാതികമായ ഒരു വരുമാനം ആ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇനിയും നികുതികളും തീരുവകളും വർദ്ധിപ്പിച്ച് അധിക വിഭവ സമാഹരണം നടത്തുമെന്ന പിണറായി വിജയന്റെ പുതിയ പ്രഖ്യാപനം. വൈദ്യുതി ചാർജ് നിരന്തരമായി 2-3 മാസത്തിൻ്റെ ഇടവേളയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. വെള്ളക്കരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലഹരിയുടെ വ്യാപനം കേരളത്തിൽ ഏറ്റവും അപകടകരമായ പരിതസ്ഥിതിയിലാണ്. മലയാളി സമൂഹത്തിനിടയിൽ മാത്രമല്ല, നിയന്ത്രണമില്ലാത്ത രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ലഹരി വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ വിപണനം നടക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ നേതൃത്വം നൽകുന്ന ക്രിമിനൽ സംഘങ്ങൾ ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനൊന്നും ക്രിയാത്മകമായി തടയിടുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, പോലീസിന് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സേവനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിഫ്ബിയിലൂടെ പണിത റോഡുകൾക്ക് പോലും ടോൾ ഈടാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പിന്തുണ നൽകുന്ന ഇടത് സർവീസ് സംഘടനകൾ പോലും അവരുടെ ശമ്പളം മുടങ്ങുമോ എന്ന ആധിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിന് വരുത്തി വെച്ച ഒരു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നത് എത്രമാത്രം ബാലിശമായ ഒരു കാഴ്ചപ്പാടാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ മലയാളികളെ പാടെ എഴുതി തള്ളേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പം ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് സാറ് കൃത്യമായിട്ട് പറഞ്ഞു. UDF നേരിടുന്ന പ്രധാനപ്പെട്ട ദൗർബല്യം എന്തായിരിക്കും ഇലക്ഷനിൽ? ഇവിടെ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് UDFന് അല്ലെങ്കിൽ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് പലപ്പോഴും സമരങ്ങൾ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ്. കേരളത്തിൽ വിജയിച്ചിട്ടുള്ള കേരയിൽ സമരം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായ കേരയിൽ സമരം, ഇപ്പോൾ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം, ഇതിനെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ മാത്രമേ കോൺഗ്രസിന് സാധിക്കുന്നുള്ളൂ. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് SUCA പോലെ താരതമ്യേന ശക്തി കുറഞ്ഞ സംഘടനകളാണ്. അത് കോൺഗ്രസും UDFും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്.
പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിയാത്മകമായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന, ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമര പരിപാടി സംഘടിപ്പിക്കുവാൻ UDFനും കോൺഗ്രസിനും സാധിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. അനധികൃതമായി കോഴപ്പണം CMRL നിന്ന് കൈപ്പറ്റിയെന്ന ഒരു കുറ്റപത്രം. ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDFനും കോൺഗ്രസിനും ഒരു സമരം നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. UDFന്റെയും കോൺഗ്രസിന്റെയും സമരങ്ങൾ എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ശൈലിയിലുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുക, കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുക, ധർണ സംഘടിപ്പിക്കുക. ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ കോൺഗ്രസിനും UDFനും സാധിക്കുന്നു. സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ, അതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് മികച്ച പ്രകടനം പല വിഷയങ്ങളിലും കാഴ്ചവെക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് നടത്തുവാൻ അദ്ദേഹത്തിനും പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഇവിടെ UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായി സമരമുഖത്തുള്ളത്, തെരഞ്ഞെടുപ്പിന് ശക്തമായ മുന്നൊരുക്കം നടത്തുന്നത്, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ കൊണ്ട് തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷിയാണ്. കോൺഗ്രസ് ആ പാതയിലേക്ക് ഗിയറുമാറ്റി എത്തേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ ചോദിക്കുന്ന നേരിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും വളച്ചു കെട്ടാതെ ചോദിക്കുക, UDF അധികാരത്തിൽ വരാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഈ UDFന്റെ ദൗർബല്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ, UDFന്റെ എല്ലാ ദൗർബല്യങ്ങളും അവിടെ നിലനിൽക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വെറുതെയല്ല, മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നാണ്. 99% UDF അധികാരത്തിലെത്തുമെന്നാണ്. അല്ല, ഈ വെറുപ്പിന്റെ അവസാനം കുട്ടി ശങ്കരനെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഡയലോഗ് പോലെ അങ്ങനെ UDF പ്രത്യേകിച്ച് സമരങ്ങളൊന്നും ചെയ്യുന്നതുമില്ല. LDFനോടുള്ള വെറുപ്പ് അങ്ങ് UDFന് വോട്ടായിട്ട് കിട്ടും, അതെ എന്നുള്ളതാണോ സത്യം? അതെ, അതായത് നിങ്ങൾ നോക്കൂ, ഇവിടെ BJP ഇപ്പോൾ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തുവാൻ പറ്റുന്ന ഒരു ശക്തിയല്ല. അവരുടെ ഒരു പരമാവധി വോട്ട് സമാഹരണം 20-22% നിൽക്കും. അവിടെയും നമ്മൾ ഓർക്കേണ്ടത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ വ്യത്യാസം. കേരളത്തിന്റെ ഒരു പൊതുബോധത്തിലുണ്ടായിരുന്നത് BJPയുടെ വളർച്ച UDFനെയും കോൺഗ്രസിനെയും തളർത്തുമെന്നതായിരുന്നു. എന്നാൽ 2024, 2019 നമുക്ക് മുന്നിൽ ശബരിമല പോലുള്ള വിഷയമുണ്ട്. എന്നാൽ 2024 അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷയവും നിലനിൽക്കാത്ത ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ഇഴവ വോട്ട് ബാങ്കുകളിലേക്ക് വലിയ കടന്നുകയറ്റമാണ് BJP നടത്തിയത്. അതുകൊണ്ട് ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, UDF അധികാരത്തിലെത്തുന്നതിനുള്ള ആദ്യത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഇടത് വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു എന്ന യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി, ഈ സർക്കാർ പോയാൽ മതി, പിണറായി വിജയൻ എന്ന ഭരണാധികാരി അധികാരഭ്രംശനായാൽ മതി എന്ന പൊതുബോധത്തിലേക്കാണ് കേരളം എത്തുന്നത്. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പിന്നെ CPMന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനമുണ്ട്. ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് PP ദിവ്യ എന്ന CPMന്റെ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയാണെന്ന് പറഞ്ഞു. അടുത്ത തവണ ഒരുപക്ഷെ KK ശൈലജ മാറി നിന്നാൽ CPMന്റെ ഏതെങ്കിലും ഉറച്ച കോട്ടയിൽ നിന്ന് MLA ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു നേതാവ്. ഇവിടെ നിങ്ങൾ എടുത്തു നോക്കൂ, ലഹരി കേസുകൾ, പെൺവാണിഭ കേസുകൾ, പ്രതിഭാഹരിയുടെ മകനെതിരെയുള്ള കേസ്, അതെ ഞാൻ പറഞ്ഞ ലഹരി കേസുകൾ, പെൺവാണിഭ കേസുകൾ, കൊലപാതക കേസുകൾ, മാർക്ക് തിരുത്തൽ വിവാദം, വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ നിയമനം, ഇതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് CPMന്റെ യുവജന സംഘടനകളിലെ നേതാക്കളാണ്. അപ്പോൾ ഈ മൂല്യച്യുതിയും ഇവരുടെ ധാർഷ്ട്യവും എല്ലാം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. കോൺഗ്രസും UDFും പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നാൽ പോലും മുൻകാലങ്ങളിലെ ഭരണത്തിൻ്റെ മേന്മകൾ, UDFന്റെയും കോൺഗ്രസ് സർക്കാരുകളുടെയും ഭരണത്തിൻ്റെ മേന്മകളും ഇപ്പോഴുള്ള നേതാക്കൾ, ഞാൻ പറയുന്നത് പിണറായി വിജയനെ പോലെ ഒരു പാൻ കേരള ഇമേജുള്ള നേതാക്കൾ ഇല്ലെങ്കിലും ഇയാളേക്കാൾ ഭേദമായിരിക്കും ഇവരിൽ ആരധികാരത്തിലെത്തിയാലും എന്നൊരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ ശക്തമാകുന്നുണ്ട്. കേരളത്തിൽ മറ്റൊരു ചിന്തയുള്ളത്, ആളുകൾ പറയാറുണ്ട് 98 MLAമാർ ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നു. ഈ 98-ൽ ഒരു 70% പേരും അടുത്ത തവണ വിജയിച്ചു വന്നാൽ സ്വാഭാവികമായും അവർക്ക് അധികാരം ലഭിക്കും. അല്ലെങ്കിൽ 2011 മണ്ഡല പുനർനിർണയം
നടന്ന പശ്ചാത്തലത്തിൽ ഉം. CPM-നും ഇടതുമുന്നണിക്കും ഉറച്ച 50 സീറ്റുകളുണ്ട്. പിന്നെ ഒരു 20 സീറ്റുകൾ കൂടി പിടിച്ചെടുത്താൽ മതിയാകും. കോൺഗ്രസിനും UDF-നും എവിടെ നിന്ന് സീറ്റ് കിട്ടാനാണ്? കേരളത്തിലെ 10 ജില്ലകളിൽ നിന്നായി അവർക്ക് കേവലം 21 സീറ്റുകളേ ഉള്ളൂ. ഇതിലേതൊക്കെ ജില്ലകളിൽ സീറ്റ് വർദ്ധിക്കും എന്നിങ്ങനെ വിവിധ പ്രൊപ്പഗാൻഡകൾ സജീവമാകുന്നുണ്ടെങ്കിൽ കൂടിയും ഞാനൊരു കാര്യം കൃത്യമായി പറയാം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ MLA എത്ര ഭേദമാണെങ്കിലും പിണറായി വിജയൻ വിരുദ്ധ വോട്ടുകളായിരിക്കും ജനങ്ങൾ രേഖപ്പെടുത്തുവാൻ പോകുന്നത്. ജനങ്ങൾക്കിടയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള MLA-മാർ പോലും ഈ ഭരണവിരുദ്ധ തരംഗത്തിൽ അടിപതറി വീഴുമെന്നുറപ്പാണ്. 2026 ഞാൻ ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അവ മലയാളികൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇടതുമുന്നണി ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.